എല്ലാവർക്കും നമസ്കാരം. ജൈമോൻ പഴങ്ങനാടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരു 5 പേര് കൂടി ഇന്നലെ എഡ്മണ്ടണിൽ നിന്ന് ഫോർട്ട് ചിപ്പവാനിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പാണത്. അതായത് വിന്ററിൽ മാത്രമാണ് ഫോർട്ട് മെക്മുറിയിൽ നിന്ന് ഫോർട്ട് ചിപ്പവാനിലേക്കുള്ള വഴി ഓപ്പൺ ആക്കുന്നത്. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് എഡ്മണ്ടണിൽ നിന്ന് 9 മണിക്കൂർ ഡ്രൈവ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വന്ന് ഫോർട്ട് മെക്കിൽ താമസിച്ച് അതിനുശേഷം കാലത്ത് ഇപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയേക്കാണ്. ഫോർട്ട് ചിപ്പവാന് ശേഷം ഫോർട്ട് സ്മിത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് നമ്മളതിന് പോകുന്നില്ല. നമ്മൾ ഫോർട്ട് ചിപ്പവാൻ വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു അടിപൊളി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ്, മൊത്തമായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ടീം ഇവിടെ റെഡിയാണ്. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ഡ്രൈവർ. ഞാൻ പേടിച്ചിരിക്കുക. ഇത് ദാസപ്പൻ. ഇത് കണ്ണപ്പൻ. അത് നമ്മുടെ ഔസേപ്പേട്ടൻ. ഇവിടുത്തെ വെതർ ഇപ്പോൾ -21 ആണ്. പക്ഷെ വിൻഡില്ല, അതായത് പുറത്ത് നമ്മൾ നമുക്ക് അനുഭവിക്കാൻ കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -33 ആണ്. അപ്പോൾ നല്ല കോൾഡാണ്. അപ്പോൾ നമ്മളപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അവിടെ കൂടുതലായിരിക്കും, -40 -45 ഒക്കെ ആയിരിക്കും ഈവനിങ്ങിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. സാധാരണ ആൾക്കാർ ഈ നമ്മുടെ ഫോർട്ട് മാക്മുറിയിലെ ഓയിൽ സാൻഡ്സിനെ പറ്റി വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റുമോ, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷേ ഇവിടെ സാധാരണ നമ്മൾ ഹൈവേ 63 കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റിലും പ്ലാന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഹൈവേന്ന് കുറേ മാറി ഉള്ളിലേക്ക് ഉള്ള സ്ഥലങ്ങളിലേക്കാണ്. പക്ഷെ അവിടെ പോയി നമുക്കൊരു വീഡിയോ എടുക്കാനോ അതിനൊക്കെ പെർമിഷൻ സെപ്പറേറ്റ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫോർട്ട് മെക്മുറി ഹൈവേ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഓയിൽ സാൻഡ്സ് കാണാനോ അതുപോലെ അതിൻ്റെ ബിൽഡിങ് ലോങ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ക്ലോസ് വ്യൂവിൽ നമുക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല. സാധാ ഒരു ഡ്രൈവ് തന്നെയാണ്. നമ്മുടെ അഡ്വഞ്ചറസ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മളൊരു 45 മിനിറ്റ് ഫോർട്ട് മെക്കിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഓൾറെഡി ടാറിട്ട റോഡ് കഴിഞ്ഞു. ഞാൻ റോഡിന്റെ സ്ഥിതി ഒന്ന് കാണിച്ചു തരാം. ഇനി അങ്ങോട്ടേക്ക് ഒരു 3-4 മണിക്കൂറോടത്തോളം ഈ സെയിം റോഡിൽ കൂടെ ആയിരിക്കും നമ്മൾ പോണത്. ഐസി ആയിരിക്കും. അത് തന്നെ നമ്മൾ വിന്റർ റോഡിന്റെ എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു, ചെക്ക് പോസ്റ്റ് അവരുടെ. അപ്പോൾ ഇത് ഓപ്പൺ അല്ല എങ്കിലും നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടൂല. പക്ഷെ ഇത് ഓൾറെഡി ഓപ്പൺ ആണ്, അതുകൊണ്ട് നമുക്ക് പോകാം. ബോർഡ് ഇവിടുത്തെ കറക്റ്റായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 30 km/h പോകാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി വിന്റർ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ കംപ്ലീറ്റ് ഐസി റോഡാണ്. ഞങ്ങളൊന്ന് ജസ്റ്റ് നടുക്കൊന്ന് നിവർത്താൻ വേണ്ടി ഓൾറെഡി ഇവിടെ ഒന്ന് പുള്ളോർ ചെയ്തേക്കാണ്. എല്ലാവരും പുറത്താണ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. എന്താ ഇത്? ഇത് താറാമുട്ടയാണ്. അതെ, ഇത് കുരുമുളകുണ്ട്, ഉപ്പുണ്ട്, എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാ. അടിപൊളി. -33 അതെ, തീർച്ചയായിട്ടും. മുട്ട എടുത്തപ്പോ തന്നെ മുട്ട ഹാർഡായി, തണുത്ത് തുടങ്ങി, ഉറച്ചു തുടങ്ങി. അടിപൊളി. മുട്ട കഴിച്ചില്ലായിരുന്നാ? എങ്ങനെയുണ്ട് സോഫാർ? വെരി ഗുഡ്, വെരി ഗുഡ്. ഗോമൈ എങ്ങനെയുണ്ട്? ഞങ്ങൾ ഓൾറെഡി 2 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു അടിപൊളി ചതുപ്പ് നിലത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫ്രീസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ സൈഡിൽ നോക്കി അറിയാൻ പറ്റും. വിന്ററിൽ, അതായത് സമ്മറിൽ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. എന്ത് പറയണോ? അടിപൊളി. ഇതൊരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ്. വെറ്റ്ലാൻഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ, ഭയങ്കര സ്ലിപ്പറിയാണ് റോഡ് മുഴുവൻ. ഭയങ്കര നല്ല സൺലൈറ്റ്. ഞങ്ങളുടെ ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ഓൾറെഡി പിന്നിട്ട് കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു റിവറാണ് നമ്മുടെ വണ്ടിയും കൊണ്ട് ക്രോസ് ചെയ്തത്. ഞാൻ അതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാവേ.
ഇത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഇത് ഞങ്ങൾ നിൽക്കുന്നത് ഒരു ലേക്കിന്റെ നടുവിലാണ്. ഇതൊക്കെ ഇത് വെള്ളമാണ്. ഓൾറെഡി ഇതേ ചെറിയ ക്രാക്കുകളൊക്കെ നമുക്ക് കാണാം. ഇത് കണ്ടോ, വാട്ടറാണിത്. അതായത് ടെമ്പറേച്ചർ താഴെ പോയി ഞങ്ങളൊക്കെ വെള്ളത്തിലാണ്. ഇത് കണ്ടോ വെള്ളം. ഇതൊരു അടിപൊളി ഫീൽ അല്ലേ? എന്ത് തോന്നണേ? അതെ, വെള്ളത്തിലാണ്. ഇത് വലിയൊരു ലേക്കിന്റെ നടുവിലാണ് ഞങ്ങളിപ്പോ. ട്രക്ക് വരുന്നത് അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ 3-3.5 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഫോർട്ട് ചിപ്വാൻ്റെ എൻട്രൻസിലെത്തിയേക്കാണ്. ഇതാണ് ഒരു ചെറിയൊരു ടൗൺ ആണിത്. ഞങ്ങളങ്ങനെ വളരെ സക്സസ് ആയിട്ട് ഒരു 5 മണിക്കൂർ എടുത്ത് ഫോർട്ട് ചിപ്വാനിൽ എത്തിയേക്കാണ്. ഫോർട്ട് മെക്മുറിയിൽ നിന്ന് ഇവിടം വരെ ഞങ്ങൾ എടുത്തത് 5 മണിക്കൂറാണ്. അതായത് നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ സ്റ്റോപ്പൊക്കെ ചെയ്ത് റിവർ, അതുപോലെ തന്നെ ലേക്ക്, ഫ്രോസൺ ആയ സ്ഥലത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് 5 മണിക്കൂർ എടുത്തത്. അല്ലെങ്കിൽ ഒരു ടിപ്പിക്കലി ഒരു 4 മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ എത്തേണ്ടതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഡെനൈക്രൈ എന്നും പറഞ്ഞുകൊണ്ട്, ഡെനൈക്രൈ ഇൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിനാണ് ബാക്കി കാണുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങോട്ട് കയറാൻ പോവുക കേട്ടോ. ത്രീ ആണ് ഞങ്ങളുടെ റൂം നമ്പർ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഞങ്ങളിവിടെ ഡോഗ് സ്ലെഡിങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ ഗ്ലൗസുകള്, നല്ല അടിപൊളി ഗ്ലൗസ്. ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. 1 hour ഡ്രൈവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം പ്രിപ്പയർ ആയിട്ടാ പോകേണ്ടത്. നമ്മുടെ ബോസ് ഇവിടെ ഉണ്ട് കേട്ടോ. Okay. Now come back. Okay. To the house. I'll drop the 2 off and then I'll take you off. Okay. Yeah. Good. Yeah. Okay. After that, we will go for activity. We'll see how much time we have. Please make the house. We'll make today. It's your request. This is freaking awesome. Looks like normal. ഇതിനാണ് നമ്മളെ കൊണ്ടുവരാൻ പോണത്. Look at the dog. Get the play ready. You can go in. Yeah. Okay. Hey, buddy. Oh, they're good. They're good. I thought you don't have enough dogs. Hey, so put a couple extra drops and pull all of us one time. Don't fit the sleigh. Don't fit the sleigh. You know, a couple of guys sit on my shoulder. Yeah, I will carry a couple of them. The sleigh's too small.
Sit down in front and stay. Legs forward, back up against the backboard. Let me hold your hand. Okay. There you go. Push your legs apart. ഓണൊക്കെ ഇരിക്കുക And then your friends will ഓണൊക്കെ sit. എടുത്താ എടാ ഓണൊക്കെ എടുത്താ വീഡിയോ നിങ്ങൾ ഇവിടെ നിൽക്കുമായിരിക്കും ഞങ്ങൾ പോകും Sit down right here. എനിക്കറിയാം ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ നീയെ ഫിറ്റ് മാത്രമേ ഉള്ളൂ Way back, way back. ഇത് ഓണാ കാണുന്നില്ലോ അതിൽ നിന്ന് ടച്ച് ചെയ്തേ Comfy? Comfy? Where are you going to sit? അവിടെ പുള്ളിക്കാരൻ എവിടെയാണ് ഇരിക്കണേ ഞങ്ങളെ പറഞ്ഞുവിടാനുള്ള കാര്യമാണോ You guys go down the road. Just keep going. I'm not. അത് പട്ടി തരത്താരം കൊണ്ടുവന്നിടുവാ പട്ടി തരത്താരം അവിടെ എത്തിക്കും ഞങ്ങളെ Okay. ഇത് ഒറ്റയ്ക്ക് പോണ നമ്മള് Yoink. ഓ ഹീസ് there Hello, guys. Easter midnight mass. But not only for the service, what they were coming for is the elders of the community were giving away their daughters for marriage. So the guy with the most beautiful dogs, he got the best wives because he was more productive. He was a good trapper and he could afford all the extra fancy things for his dogs. So he got the best wives. And if the man was already married, his wife was very esteemed. She was very proud. She could sew really good for her husband. So it was all a competition. Yeah. cool Whoa, 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 whoa. Okay. So we're going to go down this highway. Tomorrow when you go home, this is the way you could go. okay Yeah, it's shorter than going around. Yeah. okay Yeah. So, yeah, you stop can. here Hey? we need to get yes there you go thank you Okay, so you can lend those guys the clothes and then they'll get in the sleigh and you can go back. yeah you're pretty strong eh No. You want to. Whoa, 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 whoa. Okay, whoa. ഹലോ അവനുണ്ട് ആ അടിപൊളി 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 സൂപ്പർ 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 -40 -40 അതന്നെ Okay. ഇങ്ങോട്ട് നോക്കിക്കോട്ടാ ഇങ്ങോട്ട് നോക്കിക്കോ ഇങ്ങോട്ട് നോക്കിക്കോ ചേട്ടാ Come on, jump. Come on, let's go. ചേട്ടാ യശോദേ